നമുക്കിന്ന് റംദാൻ സീരീസിലെ അടുത്ത റെസിപ്പി നോക്കാം. നമ്മൾ ഒട്ടുമിക്ക ആളുകളും നോമ്പിന് പത്തിരി ആവൂലേ ഉണ്ടാക്കിയെടുക്കാറുള്ളത്. അപ്പോൾ ഇടയ്ക്ക് നമുക്കത് കഴിച്ച് മടുക്കുന്ന സമയത്ത് വളരെ പെട്ടെന്ന് അധികം എണ്ണൊന്നും കുടിക്കാണ്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നൊരു നെയ്പ്പത്തലിൻ്റെ റെസിപ്പി നോക്കിയാലോ. അപ്പോൾ അതിനായിട്ട് നമ്മൾ അരി വെള്ളത്തിലിട്ട് കുതിർത്തി ഒന്നും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളെ കയ്യിൽ പുട്ടുപൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്നേ ഉള്ളൂ കേട്ടോ. ഞാനിവിടെ എടുത്തിട്ടുള്ളത് സോമീസിൻ്റെ പ്രീമിയം സ്റ്റീംഡ് പുട്ടുപൊടിയാണ്. ഇത് വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു നെയ്പ്പത്തൽ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് 1 കപ്പ് പുട്ടുപൊടിയാണ് എടുത്തിട്ടുള്ളത്. അത് ഞാൻ ഈ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി അതിലേക്ക് ആവശ്യമായിട്ടുള്ളൊരു ഉപ്പ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ല തിളപ്പിച്ചിട്ടുള്ള ഒരു 1.5 കപ്പ് വെള്ളമാണ് കേട്ടോ നമുക്ക് അതിലേക്ക് വേണ്ടത്. അത് നമുക്ക് ഒന്നിച്ചങ്ങ് ഒഴിച്ചു കൊടുത്തിട്ട് പെട്ടെന്ന് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കത് അടച്ച് വെച്ചൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോഴേക്ക് ഇതിലേക്കുള്ള തേങ്ങ ഒന്ന് പൊടിച്ചെടുക്കാനുണ്ട്. അതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് തേങ്ങ ചെരുവി എടുത്തിട്ടുള്ള 1 ടീസ്പൂണ് വലിയ ജീരകം, ഒരു 5 ചെറിയ ഉള്ളിയും കൂടി ഇട്ട് കൊടുത്ത് ഇതുപോലെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണേ. പൊടിച്ചെടുത്തിട്ടുള്ള തേങ്ങ ഒരു ട്രേയിലേക്ക് മാറ്റി കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന പുട്ടുപൊടിയും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് അങ്ങ് കുഴച്ചെടുക്കണം. നല്ല സോഫ്റ്റ് ആക്കിയിട്ട് എടുക്കണേ. സോഫ്റ്റ് ആയിട്ട് വന്നാൽ അത് ഇതൊരു പോർഷൻ എടുത്ത് ഒന്നങ്ങ് ഉരുട്ടിയെടുത്തതിന് ശേഷം നമ്മൾ 2 കവർ എടുക്കട്ടോ. ഒരു കവറിന്റെ സെൻറ്ററിലായിട്ട് കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതൊന്ന് പരത്തി എടുത്തിട്ട് നമ്മൾ അതിന് സെൻറ്ററിൽ വെച്ച് കൊടുത്ത് വീണ്ടും ഒരു കവർ വെച്ച് കൊടുത്ത് ഒരു പ്ലേറ്റ് വെച്ച് ഇതുപോലെ അങ്ങ് പ്രസ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നല്ല കറക്റ്റ് ആയിട്ടുള്ള പത്തിരിയായിട്ട് കിട്ടുക. ഇനി നന്നായി ചൂടാക്കി എടുത്തിട്ടുള്ള ഓയിലിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. പെട്ടെന്ന് തന്നെ അങ്ങ് പൊങ്ങി വരിക. ഇനി തിരിച്ചും മറിച്ചും ഒന്ന് ഫ്രൈ ആക്കിയിട്ട് ഇതുപോലെ അങ്ങ് കോരിയിട്ട് എടുത്താൽ മതി. നെയ്പ്പത്തിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ റെസിപ്പികളൊക്കെ ആയിട്ട് പേജ് ഫുൾ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ബൈ ഫ്രം എസ്വീസ് കിച്ചൺ.